വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ കുറെ കുട്ടികൾ ചോദിച്ചതാണ്, നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി വരുമോ, ആർക്കൊക്കെയാണ് പെനാൽറ്റി വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് LBSൽ മെറിറ്റ് സീറ്റ്, അതായത് ഗവൺമെന്റിൽ കിട്ടിയ കുട്ടികൾക്കും സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടിയവർക്കും, അതുപോലെ തന്നെ ഇനി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് PNC മാക്കും AMCS FNCK ഒക്കെ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കിട്ടിയ കുട്ടികളും ഒക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ, BSc നഴ്സിംഗ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീ തിരിച്ചു തരുമോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് LBSന്റെ സൈഡിൽ നിന്നുമുള്ള നമ്മുടെ പ്രോസ്പെക്ടസിലുള്ള ഫീ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു SC ST OEC ആർ exempted from payment of liquidated damages. Candidates belonging to Keralite category as per clause 6.11, those annual family income is below rupees 75,000 and who have submitted income certificate at the time of admission to professional degree courses in nursing and allied health science degree courses 2025 will also be exempted from payment of liquidated damages. അതായത് SC ST OEC ഇത്രയും കാറ്റഗറി സ്റ്റുഡൻസിന് ഫീ നിങ്ങൾ അടച്ചതിന് ശേഷം അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 വർഷത്തെ ഫീയും അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൽ നിന്നും അഡ്മിഷനിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് മാറാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് തിരികെ തരുന്നതുമായിരിക്കും. അതുപോലെ ബാക്കിയുള്ള കാറ്റഗറീസിന് 75,000 റുപ്പീസിന് താഴെയാണ് നിങ്ങളുടെ ഇൻകം വരുന്നത്. എല്ലാവരും ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ബേസ് ചെയ്ത് 75,000 താഴെയാണ് നിങ്ങളുടെ ഇൻകം വരുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്കും ഇവിടെ പെനാൽറ്റി വരുന്നില്ല. നിങ്ങളുടെ ഡോക്യുമെന്റ്സും ഒറിജിനൽ ഡോക്യുമെന്റ്സ് തിരിച്ചു തരുന്നതായിരിക്കും നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത്. ഇനി ഇൻകം 75,000 മേലെയുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. അതായത് നിങ്ങളുടെ ഏത് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് അവിടെ നിങ്ങൾ എന്തായാലും ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊടുത്തായിരിക്കും അഡ്മിഷൻ എടുക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത 4 വർഷത്തെ മുഴുവൻ തുകയും അവിടെ കെട്ടിവെച്ചാൽ മാത്രമേ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് തിരികെ തരികയുള്ളൂ. എന്നാൽ ഈ 75,000 എബോ ഇൻകം ഉള്ള കുട്ടികൾക്ക് ഒറിജിനൽ ഡോക്യുമെന്റ്സ് തിരിച്ചു കിട്ടാൻ ഒരു വഴി കൂടിയുണ്ട്. അതെന്ന് പറയുന്നത്, നമുക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യാനും ഒരു ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഈ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക, പക്ഷേ നിങ്ങൾക്ക് പിന്നീട് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നുവാണ് എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ക്ലോസിംഗ് ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പെനാൽറ്റി വരാതെ പല കോളേജസും നമുക്ക് ഡയറക്റ്റ് തന്നെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് തിരികെ തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. അഡ്മിഷൻ ഡേറ്റ് ക്ലോസ് ആയതിനു ശേഷം നിങ്ങൾക്ക് അതിനുശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഇൻകം 75,000 മേലെയുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. ഇനി നമുക്ക് PNC മാക്ക് വഴി അഡ്മിഷൻ കിട്ടിയിട്ട് എങ്ങനെയാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഇഫ് എനി കാൻഡിഡേറ്റ് ഡിസ്കണ്ടിന്യൂസ് ദ കോഴ്സ് ആഫ്റ്റർ ക്ലോസിംഗ് ഓഫ് അഡ്മിഷൻ ആസ് നോട്ടിഫൈഡ് ബൈ ദ അതോറിറ്റി, the candidate has to pay the full fee of the remaining course 4 years. The collection of liquidated damages shall be as per the final decision of the court of law. അതായത് PNC മാക്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അടുത്ത BSc നഴ്സിംഗിന്റെ 4 വർഷത്തെ ഫുൾ ഫീസും കെട്ടിവെച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് തിരികെ തരികയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു കാര്യം തീരുമാനിക്കുക, നിങ്ങൾക്ക് ഏത് കോളേജ് ഏത് കോഴ്സാണ് വേണ്ടതെന്ന് സ്വയം മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പാരാമെഡിക്കലിന്റെ ടൈം ആയിട്ടില്ല. ഒരുപാട് കുട്ടികൾ പാരാമെഡിക്കൽ എപ്പോഴാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. LBS അപ്രൂവൽ നടക്കുന്നേ ഉള്ളൂ. അപ്പൊ കറക്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പല കുട്ടികളും പറഞ്ഞ ഒരു ഡൗട്ടാണ്, BSc നഴ്സിംഗിനാണ് എനിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു, എനിക്ക് LBSൽ കിട്ടി, പക്ഷെ എനിക്ക് താല്പര്യം പാരാമെഡിക്കൽ ആണ്.
ആണ്, ഫിസിയോതെറാപ്പിയാണ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അവരോട് പറയുന്നത് നിങ്ങൾ BSc നഴ്സിംഗിന് വേണ്ടി വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്തിടുമ്പോൾ അത് BSc നഴ്സിംഗ് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ സീറ്റ് നഷ്ടപ്പെടാനുള്ള ഒരു കാരണമായി മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏത് കോളേജിലാണോ വേണ്ടത് അത് പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതുപോലെ AMCS FNCKയിൽ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് പെനാൽറ്റി ആണ് വരുന്നത് എന്നുള്ളത് നോക്കാം. Cancellation of admissions and a refund, adjustment of fee. As per the regulations of the University and Nursing Council, admission will have to be closed by 13th September of the year of admission. യൂണിവേഴ്സിറ്റിയുടെയും നഴ്സിംഗ് കൗൺസിലിന്റെയും അഡ്മിഷൻസ് സെപ്റ്റംബർ 30 തന്നെ ക്ലോസ് ചെയ്യണമെന്നാണ് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത്. ഇഫ് എനി സ്റ്റുഡന്റ് intends to discontinue the studies before or after this date, it will be necessary for such student to give a notice in writing to the principal of the college at least by 3 PM 24th September 2020. അതായത് സെപ്റ്റംബർ 30 മുന്നേ ആയിട്ടോ അതിനുശേഷമായോ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികള് ആ കോളേജിലുള്ള പ്രിൻസിപ്പലിന് ഒരു നോട്ടീസ് തയ്യാറാക്കി കൊടുക്കുക. അതും സെപ്റ്റംബർ 24 മുന്നേ ആകണം. ഇപ്പോ നേരത്തെ ഉള്ള കുട്ടികൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നോട്ടീസ് കൊടുക്കേണ്ടത്. നോട്ടീസ് ഷുഡ് ബി റിസീവ്ഡ് ഇൻ പേഴ്സൺ ബൈ ദ പ്രിൻസിപ്പൽ ഓർ ബൈ his representative authorized to receive such notice. Also, closure of admission, the seat if vacated cannot be filled up. Such seats will go vacant for the entire duration of the course. AMCS FNCKയിൽ സെപ്റ്റംബർ 30 കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞൊരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ സീറ്റ് അവിടെ വാക്കന്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ആ സീറ്റിലേക്ക് ഒരു കുട്ടികളെയും നമുക്ക് കയറ്റാനായിട്ട് പറ്റില്ല. കാരണം ഓൾറെഡി അഡ്മിഷൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ആ വർഷം മുഴുവൻ അല്ലെങ്കിൽ ആ ഒരു 4 വർഷത്തേക്ക് ആ ഒരു സീറ്റ് വാക്കന്റ് ആയിട്ട് പോകും. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് കിട്ടാനുള്ള അവസരത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പെനാൽറ്റി എന്തായാലും ഈടാക്കേണ്ടതായിരിക്കും. Therefore, those who leave the course after the closure of admission will have to execute a bond along with any one of the candidates' guardians and parent undertaking to pay the college the amount that they ordered by the AFRC Court of Law. അതായത് ഇപ്പോൾ കോളേജ് എത്ര പേയ്മെന്റ് ആണോ നിങ്ങൾക്ക് പെനാൽറ്റി ആയിട്ട് പറയുന്നത് അത്രയും പേയ്മെന്റ് നിങ്ങൾ അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തിരികെ തരികയുള്ളൂ. Member colleges shall return all the certificate documents of the candidate along with TC or execution of the above bond. അതായത് നിങ്ങളുടെ TCയും അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ കോളേജ് പറയുന്ന പെനാൽറ്റി നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.